ശരിക്കും ഈ നാട്, ഈ ഭംഗി ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന എപ്പോഴാണെന്നറിയോ? നമ്മൾ നാട് വിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി താമസിച്ച് സിറ്റിയുടെ സൗന്ദര്യം ഒന്നും അല്ല എന്ന് മനസ്സിലാക്കി തിരിച്ച് നാട്ടിൽ വരുന്നൊരു ഇടവേളയുണ്ടല്ലോ, അപ്പോൾ ഉണ്ടാകുന്നൊരു ഒരു ഒരു എന്താ പറയുക, അത് പോയവർക്കും വന്നവർക്കൊക്കെ മനസ്സിലാവും. രാവിലെ കേൾക്കുന്ന റേഡിയോയും നല്ല ഈ സാമ്പാറും ഇഡ്ഡലി, എന്താ പറയുക, ഓഹ്, എനിക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം ഇത് എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സാകുന്നൊരു സംഭവം കേട്ടോ, കുഞ്ചും മാങ്ങ. പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിൻപുറത്തെ മാങ്ങയും നമ്മുടെ എന്താ പറയുക, ഒരുപാട് കൃഷിയില്ലെങ്കിലും നമ്മുടെ ചുറ്റിനും ഉണ്ടാകുന്ന ചെറിയ 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 കൃഷികളും, ഇങ്ങനെ ചുമ്മാ പപ്പയൊക്കെ എൻ്റെ അച്ഛൻ ഇതുപോലെ ചെറിയ രീതിയിൽ മത്തനൊക്കെ വളർത്തുമായിരുന്നു. പിന്നെ ഓമ എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടുമാണ്. ഓമയ്ക്ക തോരൻ കാര്യങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ജീവിതത്തിൽ നിന്ന് നമ്മളൊരു തിരക്കേറിയ ജീവിതത്തിലേക്ക് പോകുമ്പോണ്ടല്ലോ ഒരു വേദന, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അനുഭവിച്ചവർക്കേ മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ പഴയ പഴയ വീഡിയോകളൊക്കെ കാണുമ്പോഴാണ് ശരിക്കും എനിക്ക് വിഷമം തോന്നുന്നത്. വീട്ടിൽ ഉള്ള ആഹാരങ്ങളും പിന്നെ വീട്ടിലുണ്ടാകുന്ന ഒരു എന്താ ഇണക്കങ്ങളും പിണക്കങ്ങളും വഴക്കുകളും സന്തോഷത്തോടുള്ള കുറച്ച് സംസാരങ്ങളും, ഇതൊക്കെ നമുക്ക് മിസ്സാവുന്നൊരു സ്റ്റേജ്. അപ്പോഴാണ് നമുക്കൊരു തിരിഞ്ഞ നോട്ടം. ഒരിക്കലും ഞാൻ എന്താ പറയുക, ഇങ്ങനെയൊന്നും മിസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം ആ ഒരു മിസ്സിങ്ങും കാര്യങ്ങളും ഒന്നും നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ മനസ്സിലാകത്തില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക സന്തോഷത്തിൻ്റെ ദിനങ്ങൾ നേരുന്നു. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.